ബറക്കത്തുള്ള കുടുംബം എന്ന വിഷയമാണ്. നമ്മുടെ കുടുംബജീവിതം ബറക്കത്തുള്ളതാക്കി മാറ്റാൻ, ബറക്കത്തുള്ള വീട്ടിൽ നിന്ന് നമ്മുടെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ, ബറക്കത്തുള്ള വീട്ടിന്റെ അകത്തിരുന്നു കൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാൻ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്ന പ്രിയപ്പെട്ട പൊന്നുമോളെ നിക്കാഹ് കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുമായിരുന്നു. വീട്ടുവിശേഷങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ, എന്റെ മകൾ നല്ല വസ്ത്രം ധരിക്കാനുണ്ടായോ, എന്റെ മകൾക്ക് ഇന്നലെ എന്റെ പൊന്നുമോൾ ഉറങ്ങിയോ, മോൾക്ക് ഭർത്താവ് വീട്ടിൽ സുഖമാണോ എന്നൊന്നും അന്വേഷിക്കാനൊന്നും ആയിരുന്നില്ല. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുമ്പിലൂടെ സുബഹിക്ക് മുമ്പ് ഇങ്ങനെ പോവാണ്. സുബഹിക്ക് മുമ്പാണ്, സുബഹിയുടെ സമയത്തല്ല, സുബഹിക്കും കുറെ സമയത്തിന് മുമ്പ് വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും അലി റളിയല്ലാഹു അൻഹുവും താമസിക്കുന്ന വീടിന്റെ വാതിലിന്റെ മുമ്പിൽ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ടി വിളിച്ചു. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് വിളിക്കുത്തരം നൽകിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫാത്തിമ, അല്ലാഹുവിന്റെ ബറക്കത്തിറങ്ങുന്ന, പടച്ചവന്റെ ബറക്കത്തിറങ്ങുന്ന ഒരു പവിത്രമായ സമയത്ത് നീ കിടന്നുറങ്ങുകയാണോ എന്ന് ചോദിക്കുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട്. എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പുള്ള പ്രധാനപ്പെട്ട സമയത്തൊക്കെ ഇബാദത്തിന്റെയും ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഒരു മുഖരിതമായ അന്തരീക്ഷം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയെടുത്താൽ ഒരു കാലത്തും ആ ഭവനത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടാതെ, റഹ്മത്ത് നഷ്ടപ്പെടാതെ, ഖബൂലിയത്ത് നഷ്ടപ്പെടാതെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വലിയ മുന്നറിയിപ്പാണ് തന്റെ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തത്. നമ്മളാണെങ്കിലോ 10 മണിയാകുന്നത് വരെ സുഖലോലുപതയുടെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങി, സുബഹിയൊക്കെ കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വഷളാക്കി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്ത് വേണം എന്ന് പറഞ്ഞ സർവ്വകാര്യങ്ങളും അനാവശ്യമായ ചിന്തകളോടുകൂടി വലിച്ചെറിയുന്ന, അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, അല്ലാഹുവിന്റെ ബറക്കത്തിറങ്ങുന്ന പവിത്രമായ സമയത്ത് ഉറങ്ങരുത് എന്ന് പറയുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ നിസ്കരിക്കാതെ ഉറങ്ങുന്ന പെണ്ണായതുകൊണ്ടല്ല, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നിസ്കരിക്കാതെ സുഖലോലുപമായി കിടന്നുറങ്ങുന്ന പെണ്ണായതുകൊണ്ടല്ല, മറിച്ച് സുബഹിക്ക് മുമ്പുള്ള സമയത്ത് പോലും ഫാത്തിമ എഴുന്നേറ്റ് നമസ്കരിച്ച് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യണം. ഈ സമയത്ത് പടച്ചവന്റെ പൊരുത്തമുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ വാർത്തയിലൂടെ, ആ പ്രഖ്യാപനത്തിലൂടെ വീട്ടിന്റെ അകത്ത് ബറക്കത്ത് വേണമെന്ന് പറയുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു എന്റെ ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്ത് വേണം, എന്റെ പ്രിയപ്പെട്ട മക്കളുടെ കുടുംബത്തിൽ ബറക്കത്ത് വേണം, എന്റെ ജീവിതത്തിൽ ബറക്കത്ത് വേണം, എന്റെ യാത്രയിൽ ബറക്കത്ത് വേണമെന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് കരമുയർത്തി ദുആ ചെയ്യുന്ന മലബാറിന്റെ പെങ്ങളെ, ആ ബറക്കത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന സാധനമല്ല, മറിച്ചത് ഭൗതിക ലോകത്തിന്റെ വിളനിലത്തിൽ നാം പരിശ്രമിച്ചിട്ട് ത്യാഗം ചെയ്തിട്ട് നേടിയെടുക്കേണ്ടതാണ്. സുബഹി നമസ്കാരം നഷ്ടപ്പെടുത്തി, സുന്നത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി, കുടുംബത്തിലെ അന്തരീക്ഷത്തിലെ ഈമാനികമായ എല്ലാ പ്രസരിപ്പും തച്ചുടത്ത് തരിപ്പണമാക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിനു വേണ്ടി ചോദിക്കുമ്പോ കരുണക്കടലായ പടച്ച റബ്ബ് തരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കരളിന്റെ കഷണമായ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കണമെന്നില്ല. ഈ ബറക്കത്തിന്റെ തുടക്കം തന്നെ നിക്കാഹിൽ നിന്നാണ്. കുടുംബജീവിതം ബറക്കത്തുള്ളതാകണമോ,
ബറക്കത്തുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ലഭിക്കണമോ? ഐശ്വര്യമുള്ള അഭിവൃദ്ധിയുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ലഭിക്കണമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന നിക്കാഹിന്റെ സരസിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാര് വന്നിരുന്നു ചൊല്ലുന്നുണ്ട്. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ എന്ന് പറഞ്ഞ് ഉസ്താദുമാർ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ പുതുമണവാട്ടി ആമീൻ പറയാനുണ്ടോ? അറയുടെ അകത്ത് ഒരുങ്ങി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന മണവാളൻ എത്രയോ മോഡലുകൾ വരുത്തി വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഉസ്താദ് ഒന്ന് നിക്കാഹ് അവസാനിപ്പിച്ചിരുന്നെങ്കിലും കൊതിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട പുതുമാരന്റെ ആമീനിന് അവിടെ വിലയുണ്ടോ? അയാൾ ആമീൻ പറയുന്നത് തന്നെ മനസ്സറിയുന്നില്ല. ഒരു റോബോട്ട് പോലെ ഒരുങ്ങി ചമഞ്ഞു വന്നിരിക്കുന്ന അഭിനേതാവായി പോകുന്ന പുതുമണവാളന്റെ അഭിനയത്രിയായി പോകുന്ന പുതുമണവാട്ടിയുടെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ബാറക്കല്ലാഹു ലക്കുമാ എന്ന പ്രാർത്ഥനയ്ക്ക് വിലയില്ലാതെ പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തെ ഏറ്റവും വലിയ ബറക്കത്തുള്ള ഒരു കുടുംബത്തെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ആരാണ് എന്റെ കുണ്ടൂര് മർക്കസിന്റെ വിശാല വിസ്തൃതമായ പുണ്യമായ റഹ്മത്തിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്ന പെങ്ങളെ? ആരാണ് ആ കുടുംബനാഥനും കുടുംബനായികയും എന്നറിയോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിപൂർണമായ പൊരുത്തം നേടിയ ബറക്കത്തുള്ള ഒരു കുടുംബത്തിന്റെ തുടക്കത്തെ കുറിച്ച് പറഞ്ഞു തരികയാ. നിക്കാഹ് കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭവനത്തിലേക്ക് അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും വീട് കൂടാൻ പോകുന്ന സമയത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അലിയേ ഞാൻ വരുന്നത് വരെ വാതിലടക്കല്ലേ അലിയേ, ഞാൻ വരുന്നത് വരെ വാതിലടച്ച് കളയല്ലേ അലിയേ, ഞാൻ വന്നതിന് ശേഷമേ വാതിലടയ്ക്കാവൂ എന്ന് പുതുമണവാളനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പുതുമണവാട്ടിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. എന്നിട്ട് മുത്തായ തങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, കാത്തിരിക്കുകയാണ് മുത്തു ഹബീബിനെ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹു ഒരു ഭാഗത്ത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മറുഭാഗത്ത്, അവരുടെ മധ്യഭാഗത്തേക്ക് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ മധ്യഭാഗത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയാണ്. എന്നിട്ട് മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഇങ്ങോട്ട് എടുത്തു, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കൈ ഇങ്ങോട്ട് പിടിച്ചു. രണ്ടുപേരുടെയും കൈകൾ ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ പ്രിയപ്പെട്ട അലിയുണ്ടല്ലോ, ഇന്ന അലിയല്ല അഹബ്ബുന്നാസി ഇലയ്യാ, ഈ പ്രിയപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ജനങ്ങളിൽ എനിക്കേറെ ഇഷ്ടപ്പെട്ടവനാണ് റബ്ബേ, ഈ അലി ജനങ്ങളിൽ എനിക്ക് ഏറെ വേണ്ടപ്പെട്ടവനാണ് റബ്ബേ, എന്റെ ഇഷ്ടവും എന്റെ പൊരുത്തവും സമ്പാദിച്ചവനാണ് അലി. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചു വെച്ചിട്ട് അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഫാത്തിമ, എന്റെ ഫാത്തിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഇഷ്ടവും അല്ലാഹുവിന്റെ റസൂൽ പടച്ചവനോട് പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റബ്ബേ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. മുത്ത് റസൂൽ പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന മലബാറിന്റെ കല്യാണ മാമാങ്കങ്ങൾക്കിടയിലെ പരമസുന്ദരി കളിക്കുന്ന പുതുമണവാളന്റെയും പുതുമണവാട്ടിയുടെയും ഇടയില് പുതുമണവാട്ടി പോലും കാമുകന്റെ കൂടെ ഭർത്താവിന്റെ കൂടെ ഇറങ്ങി ഓഡിറ്റോറിയത്തിന്റെ നെഞ്ചത്തിന് വെട്ടി നിന്നുകൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും മറന്നുപോകുന്ന മധുരമുള്ള പ്രാർത്ഥനകളാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കൈ ചേർത്തു വെച്ചിട്ട് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നു. അലിയാർ തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജുബിലത് അലൈഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യാൻ.
ഒരു കുടുംബജീവിതത്തെ മുഖ്യധാരയിൽ കണ്ടിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ത്യാഗം ചെയ്യേണ്ട കാര്യമില്ല. ആ കുടുംബമാണ് എല്ലാം. ആ കുടുംബമാണ് ഒരു വിശ്വാസിയുടെ സ്വർഗം. ആ കുടുംബമാണ് സർവ്വതും. ആ കുടുംബമാണ് സർവസ്വവും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്, പടച്ചവനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന ഈ മഹത്തായ സ്ത്രീയിലുള്ള എല്ലാ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്ന ഈ മഹദിയിലുള്ള എല്ലാ ഗുണങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. എന്റെ ജീവിതത്തിലേക്ക് ആ ഗുണങ്ങളെ നീ തരണേ അല്ലാഹ്. എന്റെ ജീവിതത്തിലേക്ക് ആ ഗുണങ്ങളെ മുഴുവനും എനിക്ക് തരണേ റബ്ബേ. അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യിപ്പിക്കുകയാ. എന്നിട്ട് വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യിപ്പിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജിബിലത് അലൈഹാ. പടച്ചവനെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന ഒരു പെണ്ണിൽ നിന്നുണ്ടാകുന്ന എല്ലാ ശർറുകളും അതിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഇത് മുത്ത് റസൂലിന്റെ പൊന്നുമോൾക്ക് വേണ്ടി മാത്രമുള്ള ദുആ അല്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ശർറല്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ പൈശാചികത്വമില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ പൈശാചികമായ പ്രയാസങ്ങളില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ദുസ്വഭാവങ്ങളില്ല, ദുർഗുണങ്ങളില്ല, ദുരാചാരങ്ങളില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് വന്ന മുഴുവൻ സ്ത്രീകളോടും പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഈ ഒരു പ്രാർത്ഥന കൊണ്ട് അല്ലാഹുവേ പടച്ചവനെ, ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ ശർറുകളും നീ കാക്കണേ അല്ലാഹ്. ആ പെണ്ണിന്റെ കണ്ണിൽ നിന്നുണ്ടാകുന്ന ശർറ്, നാവിൽ നിന്നുണ്ടാകുന്ന ശർറ്, കാതിൽ നിന്നുണ്ടാകുന്ന ശർറ്, ശരീരത്തിന്റെ എല്ലാ അവയവത്തിൽ നിന്നുമുണ്ടാകുന്ന ശർറിനെ തൊട്ട് പടച്ചവനെ നീ കാക്കണേ അല്ലാഹ് എന്ന ഒരു ദുആ. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി, 3-4 മക്കളൊക്കെ ആയി. അങ്ങനെ ഒരു ദുആ നിങ്ങൾ ഇങ്ങനെ വിവാഹത്തിന്റെ ഫസ്റ്റ് നൈറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കൈവെക്കാനെന്ന് ഞാൻ പറയണില്ല, ആരും വെക്കൂലെന്നറിയാം. വെറുതെ നാണക്കെടണം, എന്തിനാ മലബാറ്. അങ്ങനെ ഒരു ദുആ ചെയ്തിട്ടുണ്ടോ നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരി. ഭർത്താവ് അങ്ങനെ എന്തോ പറയണം കേട്ടോ, ഇങ്ങനെ പക്ഷെ ദുആ ആണെന്നറിയാൻ പറ്റും. കല്യാണത്തിന്റെ ആദ്യ രാത്രി പതിയെ ഒരു പ്രാർത്ഥന കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾ പറയാം, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഉസ്താദ്. അത് ചെയ്യാത്തോണ്ടാണ് അവളെ കണ്ണിന്റെ ചെറും കൈയുടെ ചെറും കാലിന്റെ ചെറും ഒക്കെ അനുഭവിച്ച് ഞാൻ തന്നെ ഇപ്പോൾ ഒരു വരുവായി. പണ്ട് ഉസ്താദ് ഒരു 10 വർഷം മുമ്പ് വന്നപ്പോൾ എന്നെ കാണാൻ എന്തായിരുന്നു, ജഗജില്ലനായിട്ട് ഗുണ്ടൂര് ഞാൻ ഓടി നടക്കായിരുന്നു. ഇപ്പൊ ഞാനൊരു ഗുണ്ടൂരിലെ ഗുണ്ടുപോലായി. അവളെ ചെറു മുഴുവനും ഇപ്പൊ ഞാനാ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ കുഴപ്പം തന്നെയാ, നമ്മൾ ചെയ്തില്ലല്ലോ. ഇത് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൊരുൾ അതിനുണ്ട്. ഇനി അത് പോട്ടെ, നിക്കാഹിന്റെ സരസിൽ ഉസ്താദ് ദുആ ചെയ്താൽ ആത്മാർത്ഥമായി ആമീൻ പറയണ പുതിയാപ്പിളാരുണ്ടോ? അവന്റെ മനസ്സിൽ അന്നേരം അള്ളാഹു ഇങ്ങനെ പുതിയണ്ണിന്റെ മുഖം, പിന്നെ കൂട്ടുകാർക്ക് ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ എടുത്ത് വൈകുന്നേരം പാർട്ടി, അങ്ങനെ ഇന്നലത്തെ കടം, അങ്ങനെ എല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് ബറക്കല്ലാഹു ലക്കും ഭയങ്കര ദുആ. ഇവിടെ ഈ പുതിയാപ്പിള ഇങ്ങനെ ഇരുന്നിട്ട് ഇത് നിർത്തണമില്ലല്ലോ പടച്ചോനെ. ഇനി ഏത് ഷെയ്ഖിനും എല്ലാ ഷെയ്ഖിലേക്കും ചിലപ്പോൾ വാത്തി ഇങ്ങനെ ഇലാ ഹദർത്തി ഇങ്ങനെ ഓതാണ്. ഈ പുതിയാപ്പിള ഇങ്ങനെ ഇരുന്ന് വെന്തുരുവാണ്. അവിടെ ഈ ബറക്കത്തും റഹ്മത്തും യഥാർത്ഥത്തിൽ ആ സമയത്ത് തന്നെയാണ് എല്ലാ മശായിഖന്മാർക്കും വാത്തി ഓതേണ്ടത്. ആരോട് പറയാൻ? പുതുവാപ്പിളമാർക്ക് താല്പര്യമില്ല, അവർക്ക് ഇഷ്ടമില്ല. എല്ലാവർക്കും ഇത് വേഗം ഒന്ന് കഴിഞ്ഞു പോയാൽ മതി. എല്ലാവർക്കും ഭക്ഷണം ഇങ്ങനെ റെഡിയായിരിക്കുന്നു, അതിന് സമയമാകുന്നു, ഇങ്ങനെ അവിടെ പിന്നെ ബറക്കത്ത് ഈ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കുക, അതൊരു ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനൊന്നുമില്ല. പക്ഷെ അതിലേക്ക് നമ്മൾ മടങ്ങി വരണം. അതിന്റെ ഒരു നല്ല കുറവ് നമ്മൾ ഈ കുറച്ചു കാലം കൊണ്ട് അനുഭവിക്കുന്നില്ലേ? നിങ്ങൾ കുറെ ആളുകൾ പറഞ്ഞു, ഉസ്താദുമാരെ നിക്കാഹിന്റെ സരസിൽ കെട്ടിവലിച്ചു കൊണ്ടുവന്നിട്ട് കാര്യമെന്താ? അവര് പറയുന്ന പോലെ കുറെ പ്രാർത്ഥനകൾ നടത്തിയിട്ട് അർത്ഥമെന്താ? അല്ലാഹുവേ, അതിന്റെ ഫലം നമ്മൾ ഇന്ന് നല്ലതുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നില്ലേ? കുടുംബ കലഹത്തിലൂടെ, തർക്കങ്ങളിലൂടെ, വഴക്കിലൂടെ, പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ എത്രയോ കുടുംബങ്ങൾ കോടതി വക്കിൽ കിടന്ന് കൈകാലിട്ടടിക്കുകയാ. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകിയുടെ കൂടെ, കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഏറ്റവും മോശമായ അന്തരീക്ഷത്തിലൂടെ കുടുംബജീവിതം മലീമസമായി കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
ഇനി നടക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ നിക്കാഹിലെങ്കിലും ഒരു ബറക്കത്തുണ്ടാക്കാൻ, ഇനി നടക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കുടുംബജീവിതത്തിലെങ്കിലും ഒരു ഐശ്വര്യം ഉണ്ടാക്കാൻ, അല്ലാഹുവിന്റെ പൊരുത്തമുള്ള നിക്കാഹ് ഉണ്ടാക്കാനുള്ള തീവ്രമായ ശ്രമം നമ്മൾ ഇപ്പോഴേ നടത്തുക. മലബാറിന്റെ ഹൃദയഭാഗത്ത് മനോഹരമായ കുണ്ടൂർ മർക്കസ് എന്ന തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മുമ്പിലിരുന്ന് പറയുകയാണ്, ഒരുപാട് മഹാന്മാര് ചവിട്ടിയ മണ്ണിലാ നമ്മൾ നിൽക്കുന്നത്. പാണക്കാട് കുടപ്പനക്ക തറവാട്ടിലെ സാദാത്യങ്ങൾ മുഴുവനും വന്നിട്ടുണ്ട് ഈ മണ്ണില്. ഒരുപക്ഷെ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും ഉണ്ടായിരുന്നെങ്കിൽ നാളെ ഈ സരസിൽ വരുമായിരുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷെ കഴിയില്ല. അങ്ങനെ സാദാത്യങ്ങൾ സയ്യിദന്മാരെ ഓമനിച്ചുകൊണ്ട് മുത്തമിടുന്ന കുണ്ടൂരിന്റെ മണ്ണിലിരുന്നു കൊണ്ട് നമുക്ക് കണ്ണുനീരോടെ ദുആ ചെയ്യാം. അല്ലാഹ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ദുആ ചെയ്തിട്ട് പിന്നെ മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തരെന്തെന്നറിയോ? 2 റക്അത്ത് നിങ്ങൾ ഒരുമിച്ച് ഈ മണവറക്കകത്ത് നമസ്കരിക്കണേ എന്നാണ്. 2 റക്അത്ത് ഒരുമിച്ച് മണവറക്കകത്ത് നമസ്കരിക്കണേ എന്നാ. എന്റെ 30-40 വയസ്സായ കുണ്ടൂർ വന്ന പ്രിയപ്പെട്ട സഹോദരിമാര് വിചാരിക്കും ചെയ്തില്ല ഉസ്താദേ, അന്ന് വിവാഹപ്രായത്തിന്റെ രക്തത്തിളപ്പിന്റെ ആവേശത്തിൽ ഇബാദത്തിനും നമസ്കാരത്തിനും ഒന്നും ശ്രദ്ധ കൊടുത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയി ഉസ്താദ്. ഇന്ന് കിട്ടിയത് ഭർത്താവിരിക്കട്ടെ, കിട്ടിയ ഭാര്യയിരിക്കട്ടെ എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റിലൂടെ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, ഇന്ന് നിനക്ക് മക്കളില്ലേ പെങ്ങളെ, ഇന്ന് നിനക്ക് മക്കളില്ലേ ചെറുപ്പക്കാരാ, ആ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലെങ്കിലും ആ മക്കളുടെ കുടുംബത്തിലെങ്കിലും അഭിവൃദ്ധിയും ബറക്കത്തും ഐശ്വര്യവും ഉണ്ടാക്കി കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയട്ടെ. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരുമിച്ച് മണവറക്കകത്ത് 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കണേ എന്ന് പറഞ്ഞു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇണകളെ കൺകുളിർമയാക്കി തരണമെന്ന് കണ്ണുനീരോടെ പടച്ചവനിലേക്ക് ദുആ ചെയ്യുമ്പോ അത് അന്വർത്ഥമാകണമെങ്കിൽ ഒരുമിച്ച് കുടുംബത്തിൽ നിസ്കരിക്കുന്ന, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടാവണം കേട്ടോ. കുടുംബത്തിലെ ബറക്കത്തിന്റെ ഒന്നാമത്തെ മാർഗമായി മഹാരഥന്മാർ രേഖപ്പെടുത്തുന്ന, കുടുംബജീവിതത്തിന്റെ അഭിവൃദ്ധിയുടെ ഒന്നാമത്തെ കാരണമായി മഹത്തുക്കളെ രേഖപ്പെടുത്തുന്ന നിക്കാഹിന്റെ ആദ്യ സമയം മുതൽ ശ്രദ്ധിക്കാനുള്ള കുറെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പ്രായം എത്രയുമായില്ലേ ഉസ്താദ്, ഇനി എങ്ങനെയാണ് അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുക? ഇനി തിരിച്ചെടുക്കാൻ പറ്റുന്ന ബറക്കത്തിന്റെ ഒന്നാമത്തെ മാർഗം പറയട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങൾ മുഴുവനും ഇന്നു മുതൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് തീരുമാനിക്കണം. അല്ലാഹുവിനെ സാക്ഷിയാക്കി, മജ്‌ലിസിനെ സാക്ഷിയാക്കി പറയുകയാണ്, ഇവിടെ നിങ്ങൾ ഇത്രയും ആളുകൾ വന്ന് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മക്കളെ ഓഫർ ചെയ്ത് അവർക്ക് നിങ്ങൾ പൈസ കൊടുത്തില്ലെങ്കിലും എവിടെയെങ്കിലും പോയി ബഹുമാനപ്പെട്ട ഗഫൂർ ഉസ്താദ് കൈനീട്ടിയും കരഞ്ഞുമൊക്കെ ഈ സ്ഥാപനത്തിന് വേണ്ടി പണം കൊണ്ടുവരും. പക്ഷേ നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പും പ്രതീക്ഷയും ആ ഉസ്താദിനുണ്ട്. ഞാനിത് പറയുന്നതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ സഹായിക്കാതിരിക്കരുത്. ഞാൻ പറയുന്നത് ഈ വിഷയം നിങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഈ മഹത്താര സരസിലിരുന്നു കൊണ്ട് തീരുമാനമെടുക്കണം. അല്ലാഹുവേ, ഇവിടുത്തെ വിജയമെന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിന് പണം കൊടുക്കലാണെന്ന് കരുതി പോകരുത്. അത് ഓട്ടോമാറ്റിക്കലി മഹബത്ത് കൊണ്ട്, ഇൽമിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. മറിച്ച് ഈ സരസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഇന്നലെ വരെ എന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ബറക്കത്തിനെ കണ്ടെത്തലാ, ഇന്നലെ വരെ എന്റെ മക്കളിൽ നഷ്ടപ്പെട്ടു പോയ ബറക്കത്തിനെ കണ്ടെത്തലാണ്. ആ ബറക്കത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ മുഴുവനും നമ്മൾ സ്വീകരിക്കലാണ്. ഒന്നാമത് കുടുംബജീവിതത്തിന്റെ ബറക്കത്തിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് വീട്ടിന്റെ അകത്ത് നമസ്കരിക്കണമെന്നാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പൊരുത്തം ചോദിക്കുന്ന പടച്ചവന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഭാര്യയും ഭർത്താവും, അത് ജമാഅത്തായിട്ട് ഭർത്താവ് പള്ളിയിൽ നിസ്കരിച്ചിട്ട് മടങ്ങി വരട്ടെ, ഭാര്യ വീട്ടിൽ നിസ്കരിക്കട്ടെ, ഒരേ
സമയത്ത് ഒരേ റൂമിന്റെ അകത്ത്, വീട്ടിനകത്ത് നിസ്കരിക്കുന്ന റൂമുണ്ടെങ്കിൽ ആ നിസ്കരിക്കുന്ന റൂമിന്റെ അകത്ത് ഒരേ സമയത്ത് എന്തൊരു ബറക്കത്താണെന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തൊരു റാഹത്താണെന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലാഹുവേ പടച്ചവനെ, തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്തിലെ ഒരു പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ട് രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയും മരണപ്പെടുകയാണ്. മുസ്തഫ കമാൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകൻ അല്ലാഹുവേ പടച്ചവനെ തുണിക്കച്ചവടവുമായി തിരുവനന്തപുരത്ത് വന്നിട്ട് ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിലേക്ക് വന്നു. എന്നിട്ട് പറയുകയാണ്, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട വാപ്പ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിച്ചാലും വീട്ടിൽ വന്ന് ഉമ്മ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന റൂമിന്റെ അകത്ത് കിടന്നിട്ട് ഉമ്മ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ റൂമിന്റെ അകത്ത് മാറിയിരുന്ന് 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. പലപ്പോഴും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഉസ്താദേ, നിങ്ങളെ ഒരുമിപ്പിച്ച് മരിപ്പിക്കണേ തമ്പുരാനെ എന്ന് കണ്ണീരോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഉപ്പ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളെ ഒറ്റക്കാക്കരുത്, ഒരുമിപ്പിച്ച് മരിക്കണേ എന്ന്. പക്ഷെ ആ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ട് രണ്ടാമത്തെ ദിവസം രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയും മരണപ്പെട്ടപ്പോ കൈകാല് വിറച്ചുകൊണ്ട് ആ പൊന്നുമോ പറയുകയാണ്, അല്ലാഹുവിലേക്ക് ആ പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും ഇരുന്നു കൊണ്ട് കരഞ്ഞു ചെയ്ത പ്രാർത്ഥന ഇത്രമേൽ സ്വീകാര്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ എന്റെ വീട്ടിന്റെ അകത്ത് ഞാനും ഭാര്യയും ഒരുമിച്ച് ഇബാദത്ത് ചെയ്യാറുണ്ട് ഉസ്താദേ. അല്ലാഹുവൊക്കെ വലിയ ഇഷ്ടമാണ് പെങ്ങളെ, അല്ലാഹുവിന് അതിനോടൊക്കെ വലിയ മഹബത്താണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനുള്ള കുടുംബമാണെന്ന് അറിയിക്കാൻ എത്ര വിലപിടിപ്പുള്ള